ഒരുപാട് വർഷക്കാലം സഹസംവിധായകനായും ഗാനരചയിതാവായിട്ടൊക്കെ സിനിമയിൽ പ്രവർത്തിച്ച ശേഷമാണ് സത്യൻ അന്തിക്കാട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഡയറക്ടർ ആവുന്നത്. അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയി ഡയറക്ടറായി കുറച്ച് സിനിമകളൊക്കെ ചെയ്ത ശേഷം മലയാളത്തിലെ ഒരു മുതിർന്ന സംവിധായകന്റെ കൂടെ വീണ്ടും സഹസംവിധായകനെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിനിമയെ കുറിച്ചും അങ്ങനത്തെ കുറച്ച് ഇൻസിഡൻസ് എന്തുകൊണ്ട് അദ്ദേഹം അതിൽ വർക്ക് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. 1982 സത്യൻ അന്തിക്കാട് ആദ്യമായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് കുറുക്കന്റെ കല്യാണം എന്ന ഒരു സിനിമ. ആ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അദ്ദേഹം ബാക്ക് ടു ബാക്ക് ഒരുപാട് സിനിമകൾ അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നൊക്കെ അദ്ദേഹം ഒരു വർഷം 2-3 സിനിമകളൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് അവരുടെ വെറുതെ ഒരു പിണക്കം, കിന്നാരം, അപ്പുണ്ണി, അങ്ങനെ കുറെ സിനിമകളൊക്കെ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്തടുത്ത് എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ റഹ്മാനൊക്കെ ആയിരുന്നു അതിലൊരു പ്രധാന വേഷം. തിലകനുണ്ട്, കരമന ജനാർദ്ദനുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ ഒരു സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുമ്പോൾ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് മുരളി മൂവീസ് രാമചന്ദ്രൻ, അദ്ദേഹം മറ്റൊരു സിനിമ അന്ന് പ്ലാൻ ചെയ്യാണ്. അത് സേതുമാധവൻ എന്ന് പറയുന്ന പഴയ വലിയ ലെജൻഡാണ്, നമുക്കറിയാം. അദ്ദേഹത്തിനെ വെച്ചിട്ടാണ് സിനിമ, അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. അത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ ശക്തി എന്ന് പറയുന്ന ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഭരത് ഗോപി നായകൻ വേണ്ടിയിട്ട്. അപ്പൊ അത് പെട്ടെന്ന് തുടങ്ങണം. അപ്പൊ സത്യൻ അന്തിക്കാട് സിനിമ പ്രീ പ്രൊഡക്ഷൻ ആവുന്നുള്ളൂ. ഈ സിനിമ പെട്ടെന്ന് ഉടനെ തുടങ്ങി വെക്കണം. കാരണം അത് അന്ന് ജോൾസനൊക്കെ നോക്കി ഇവര് സമയവും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അതൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് അന്ന് തൊട്ടടുത്തൊരു ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഭരത് ഗോപിനെ അന്ന് കൊണ്ടുവന്നു. എനിക്കൊണ്ട് വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ദിവസം തുടങ്ങാൻ വേണ്ടി അന്ന് പൂജാ ചടങ്ങ് കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അന്നത്തെ ദിവസം ഒരു ഷൂട്ട് നടത്തുകയാണ്. അപ്പൊ സത്യൻ അന്തിക്കാടൊക്കെ അന്ന് അവിടെ ഉണ്ട്, ലൊക്കേഷനുണ്ട്. അപ്പോൾ സത്യൻ അന്തിക്കാട് ഈ സേതുമാധവൻ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒന്നും അവിടെ വന്നിട്ടില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു പൂജാ ചടങ്ങും സ്റ്റാർട്ടിംഗ് ഡേ ആയതുകൊണ്ട് അവരാരും വന്നിട്ടില്ല അന്ന്. അപ്പൊ സത്യൻ അന്തിക്കാട് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു, ഞാൻ സാറിനെ അസിസ്റ്റ് ചെയ്യും. ഞാൻ ഒരുപാട് കാലം അസിസ്റ്റന്റ് ആയിട്ടും അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. സേതുമാധവൻ സാറിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം ഭയങ്കര ആഗ്രഹമുണ്ട്, ഞാൻ അസിസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചത്. അങ്ങനെ ഒരു ദിവസം, ആ ഒരു ഒറ്റ ദിവസത്തേക്ക് മാത്രം, എനിക്കൊന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു പക്ഷേ 6 വർഷങ്ങൾക്ക് ശേഷമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 5-6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സത്യൻ അന്തിക്കാട് ക്ലാം ബോർഡ് കയ്യിലെടുത്ത് ആ ഒരു ദിവസം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ സത്യൻ അന്തിക്കാട് പറഞ്ഞത് എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. അത് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഭാഗ്യം കൂടിയാണ്. പിന്നെ സേതുമാധവൻ എന്ന് പറയുന്ന ആ ഒരു സംവിധായകന്റെ ഒരു നോളജ്, അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്ന് പറയുന്നത് വെറുതെ ഒരു ജസ്റ്റ് അത് ഒരു ഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സൈഡ് മാത്രം നോക്കുന്നല്ല, വളരെ ഡീപ്പായിട്ട് അതിൽ ഭരത് ഗോപിയുടെ ഒരു കഥാപാത്രം ഭയങ്കര പൊങ്ങച്ചൊക്കെ പറയുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ സേതുമാധവൻ അങ്ങോട്ട് പറഞ്ഞു, പൊങ്ങച്ചം കഥാപാത്രം പൊങ്ങച്ചക്കാരനാണ്. അപ്പോൾ കാലിന്റെ ഒരു ഉപ്പുറ്റിയൊക്കെ കാലൊന്ന് ഉയർത്തി സംസാരിക്കുമ്പോൾ അത്ര ഭയങ്കര ഡീപ്പായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സംവിധായകനാണ്. അങ്ങനെ ഭരത് ഗോപിയോട് പറഞ്ഞു, ഭരത് ഗോപി അത് ചെയ്തു. അങ്ങനെ ആ ഒരു ഭരത് ഗോപി ഒരു അസാധ്യമായിട്ടുള്ള നടനാണ്. കൊടിയേറ്റം പോലത്തെ സിനിമയ്ക്ക് കഴിഞ്ഞ നാഷണൽ അവാർഡൊക്കെ കിട്ടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണത്. അങ്ങനെ എന്താ പറയുക, ഭരത് ഗോപി അത് ഗംഭീരമായിട്ട് ചെയ്തു. അപ്പൊ ഇവർക്ക് ഭയങ്കര ഹാപ്പി. അവരൊറ്റ ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ സത്യൻ അന്തിക്കാട് പോയി. അപ്പൊ പോവാൻ നേരത്ത് സേതുമാധവൻ സാറ് പറഞ്ഞു, ഈ ഒരു കടം വീട്ടാൻ എനിക്ക് സത്യന്റെ കൂടെ എനിക്കൊരു സിനിമയിൽ ഒന്ന് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അതൊരിക്കലും സംഭവിച്ചില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം സേതുമാധവനുമായിട്ട് സത്യൻ അന്തിക്കാട് ഒരുപാട് നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ അനുഭവങ്ങൾ പാളീച്ചകൾ എന്ന് പറഞ്ഞിട്ടുള്ള അത് സേതുമാധവൻ സാറിന്റെ ഒരു സിനിമയുണ്ട്. അപ്പൊ ആ ഒരു സിനിമയെ ബേസ് ചെയ്തിട്ട് ഒരു ചെറുകഥ, ആ ഒരു ചെറുകഥ ഒരു എഴുത്തുകാരൻ എഴുതിയത് വായിച്ചിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് സത്യൻ അന്തിക്കാട് ഇദ്ദേഹത്തെ വിളിച്ചു, സേതുമാധവൻ സാറിനെ വിളിച്ചു. അപ്പോൾ അത് കണ്ട ഉടനെ, ഈ പറഞ്ഞ പോലെ ചെറുകഥയൊക്കെ വായിച്ച ഉടനെ തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സേതുമാധവൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ചെറുകഥ വായിച്ചു, അത് താങ്കളുടെ സിനിമയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ഇപ്പോഴും ഇന്നത്തെ ജനറേഷനൊക്കെ അത് ഓർക്കുന്നുണ്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അന്ന് വിളിച്ചപ്പോഴും ഏകദേശം അദ്ദേഹത്തിന് അന്ന് 80-85 വയസ്സൊക്കെ പ്രായമായിട്ടുണ്ട് സേതുമാധവൻ സാറിന്റെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിഞ്ഞതൊന്നും അല്ല ടിപ്പു സുൽത്താൻ, അതിനപ്പുറമാണ് ടിപ്പു സുൽത്താൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യം. അതായത് അദ്ദേഹം ഇപ്പോഴും വായനയെ, അല്ലെങ്കിൽ അതുപോലെ എന്താ പറയാ, പുതിയ പുതിയ കഥകളെ, പുതിയ അറിവുകളൊക്കെ നേടാനായിട്ട് ആ ഒരു പ്രായത്തിലും അദ്ദേഹം ആക്റ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് സത്യൻ അന്തിക്കാട് പറഞ്ഞത്. അത് അക്കാര്യം നമുക്കറിയാം, ഭയങ്കര ഒരു ഹിറ്റ് മേക്കർ തന്നെയായിരുന്നു ശരിക്കും സേതുമാധവൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, അദ്ദേഹം വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള സത്യനും പ്രൈം മിനിസ്റ്റർ മുതൽ മമ്മൂട്ടി, മോഹൻലാലിനെയൊക്കെ വെച്ച് ഒരു വേനൽ കിനാവുകൾ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കായിരുന്നു അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതും നല്ല അന്നത്തെ യങ്സ്റ്റേഴ്സ്, സുധീഷ്, ഇവര് യദു കൃഷ്ണൻ, അങ്ങനെ കുറെ പേരെ, കൃഷ്ണപ്രസാദ്, ഇവരൊക്കെ വെച്ചിട്ടാണ് അവർ MT സ്ക്രിപ്റ്റ് ആയിരുന്നു. അങ്ങനെ എന്താ പറയാ, ഒരുപാട് പേര് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അത് മാത്രമല്ല ഒരു പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ കൂടിയായിരുന്നു. കാരണം
ഹരി പോത്തൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ട് പ്രൊഡ്യൂസർ പ്രതാപ് പോത്തന്റെ ചേട്ടൻ സുപ്രിയ ഫിലിംസ്. അപ്പൊ ഹരി പോത്തന്റെ ഒരു സിനിമ ഇദ്ദേഹമാണ് സേതുമാധവനാണ് സംവിധാനം ചെയ്തിരുന്നത്. ആ ഒരു സിനിമ വിചാരിച്ച പോലെ വന്നില്ല, അത് പരാജയമായി. അപ്പോൾ ഇദ്ദേഹം സേതുമാധവൻ നേരെ ഹരി പോത്തന്റെ ഓഫീസിൽ പോകുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഈ ഒരു പ്രതിഫലം കൊണ്ട് നിങ്ങളുടെ നഷ്ടം നികത്താൻ പറ്റും എന്നും എനിക്കറിയാം അതാവില്ല എന്നുള്ളത്, പക്ഷെ ഇത് വെക്കണം എൻ്റെ ഒരു സമാധാനത്തിനാണെന്ന് പറഞ്ഞപ്പോൾ ഹരി പോത്തൻ തിരിച്ച് ആ പ്രതിഫലം അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സാറ് തന്നെ വെച്ചോളൂ, എനിക്കിത് വീണ്ടും ഒരു സിനിമ ചെയ്ത് തന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവർ നല്ല എന്താ പറയുക സൗഹൃദത്തോടുകൂടി ആണ് അന്ന് ഇവിടുന്ന് പിരിഞ്ഞത്. അതുകൊണ്ട് പിന്നീട് ആ ഒരു സിനിമയൊക്കെ സംഭവിച്ചു തോന്നുന്നു. അപ്പൊ ഇത്ര നല്ല മനസ്സിനുടമയാണ്, അത് ഒരുപാട് പേരൊന്നും ചെയ്യാത്തതാണ് സാർ. പ്രൈം മിനിസ്റ്ററിന്റെ പോലെയോ അങ്ങനെ ഒരുപാട് വളരെ കുറച്ച് പേരൊക്കെയാണ് അങ്ങനെ കിട്ടിയ പ്രതിഫലം തിരിച്ചു കൊടുക്കുകയും ആ സമയത്ത് നിർമ്മാതാവിന് വേറൊരു സിനിമ ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഈ അടുത്തും ടോവിനോ എന്ന് പറയുന്ന നടനെ കുറിച്ചൊക്കെ പല പ്രൊഡ്യൂസേഴ്സ് ഒക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ചില സിനിമ, എനിക്കിവിടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സിനിമയാണ് തോന്നുന്നത്, ആ ഒരു സിനിമയൊക്കെ വിചാരിച്ച പോലെ വരാത്തത് കൊണ്ട് വീണ്ടും അതേ പ്രൊഡ്യൂസേഴ്സിന് വീണ്ടും ചെയ്തു കൊടുക്കാമെന്നൊക്കെ ടോവിനോ ഒക്കെ പറഞ്ഞെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ ഇതിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും സേതുമാധവൻ എന്ന് പറയുന്ന ആ ഒരു സംവിധായകന്റെ കൂടെ അങ്ങനെ സത്യനന്ദിക്കാടിന് ഒരു ദിവസം വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതിലൂടെ തന്നെ അദ്ദേഹത്തിന് വലിയൊരു ആത്മബന്ധം ഉണ്ടായി. നിങ്ങൾ സേതുമാധവൻ സാറിന്റെ ഒരുപാട് സിനിമകളുണ്ട്, നിങ്ങൾ പലവരും ആ പല സിനിമകളും കണ്ടിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു സിനിമകൾ നിങ്ങളുടെ ഫേവറേറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സംവിധായകനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുമെങ്കിൽ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം.